ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കോട്ടയം ജില്ലയിലെ നാട്ടകത്തേക്കാണ്. നാട്ടകം കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ല കേരളത്തിൻ്റെ അക്ഷര നഗരിയാണ്. ഈ അക്ഷര നഗരിയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അക്ഷര മ്യൂസിയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പുസ്തക പ്രസാധക സഹകരണ സംഘത്തിൻ്റെ അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ചിരകാല അഭിലാഷമായിരുന്ന ഒരു വലിയ സംരംഭത്തിൻ്റെ നാന്ദി കുറിക്കുന്ന വേദിയാണ് ഈ ചടങ്ങ്. ആബാലവൃത്തം ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു മഹാസംഗമ ഭൂമിയിലേക്ക് ഞാനും മെല്ലെ ഒന്നെത്തി നോക്കി. ഈ കാണുന്നതാണ് മ്യൂസിയത്തിൻ്റെ കവാടം. വളരെ ചാരുതയോടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ മ്യൂസിയം വിശാലമായി അകത്തളങ്ങളൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. അഭൂതപൂർവമായ തിരക്കായതുകൊണ്ട് മ്യൂസിയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇന്ന് പ്രവേശനമില്ല. കാരണം ഒരുപാട് ആധുനികതയെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള മ്യൂസിയം ആയതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചു കയറിയാൽ അവയിൽ ചില കേടുപാടുകളൊക്കെ സംഭവിക്കുമെന്നുള്ളതുകൊണ്ട് മ്യൂസിയത്തിൻ്റെ അകത്തളങ്ങളിലുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിർവാഹമില്ല. പുറം കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നൂറുകണക്കിന് ഭാഷകളാണ് ഇന്ത്യയിൽ തന്നെ ഉള്ളത്. ലോകത്ത് 6000-ലധികം ഭാഷകളുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഇന്ത്യയിലുള്ള വിവിധ ഭാഷകളെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങളും അതിൻ്റെ ഉൽപ്പത്തിയും ചരിത്രാവബോധങ്ങളിലൂടെ കടന്നു പോന്നിട്ടുള്ള വാമൊഴി, വരമൊഴി, അക്ഷരങ്ങൾ, അച്ചുകൾ, ഇന്നത്തെ ഡിജിറ്റലൈസേഷൻ സംവിധാനങ്ങൾ, ഇങ്ങനെ ഭാഷയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മോട് വിവരിച്ചു തരുന്ന വിശാലമായ കാഴ്ചയും കേൾവിയുമെല്ലാം ഒത്തിണങ്ങിയ സംരംഭമാണ് ഈ മ്യൂസിയത്തിൻ്റെ അകത്തളങ്ങളിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. മ്യൂസിയത്തിൻ്റെ അകത്തളങ്ങളും കാഴ്ചകളുമൊക്കെ പിന്നീടൊരിക്കൽ നമുക്ക് പോയി കാണുകയും അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അകത്തളങ്ങളിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ കഴിയാതെ പുറം കാഴ്ചകളിലേക്ക് തിരികെ മടങ്ങുകയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ ഓരോ ഭാഷകളും അതിൻ്റെ ചില ലഘു വിവരണങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ മഹത്തരമായ അല്ലെങ്കിൽ ഈ മഹനീയമായ ചടങ്ങിൻ്റെ വേദിയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. വിശാലമായ പന്തലിൽ ആയിരക്കണക്കിന് ആളുകളാണ്, പ്രത്യേകിച്ചും വായനയെ ഇഷ്ടപ്പെടുന്നവരും എഴുത്തുകാരും കേരളത്തിൻ്റെ സാംസ്കാരിക നായകന്മാരുമെല്ലാം ഒത്തുടങ്ങുന്ന ഒരു വലിയ വേദി. മധുസൂദനൻ നായർ, മുകുന്ദൻ എന്ന് വേണ്ട പത്മനാഭൻ, ഒട്ടനവധി പേർ നമ്മുടെ വിശിഷ്ട അതിഥികളായി വേദിയെ അലങ്കരിക്കുന്നുണ്ട്. അവരോടൊക്കെ ഒന്ന് കുശലം പറയണമെന്നുള്ള വലിയൊരു ആഗ്രഹം എന്നിൽ തോന്നിയതാണ്. പക്ഷേ പോലീസിൻ്റെയും മറ്റുള്ള വാളണ്ടിയേഴ്സിൻ്റെയും നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മീഡിയക്കാരുടെ സെല്ലിൽ ഞാനും അങ്ങനെ ഒതുങ്ങി നിന്ന് അത്യാവശ്യം അവരെയൊക്കെ എൻ്റെ ക്യാമറയിൽ പകർത്തിയെടുക്കുകയാണ്. ഈ ഒരു വേദി, ഈ ഒരു ഉച്ചവേള അല്ലെങ്കിൽ സായം സന്ധ്യയോടടുക്കുന്ന ഈ സമയം എന്തുകൊണ്ടും വളരെ മഹനീയമായി, മഹത്തരമായി തീർന്നു. ഒരുപാട് സന്തോഷവും സംതൃപ്തിയും തോന്നി എനിക്ക് ഈ മഹത് വ്യക്തികളുടെ മുൻപിലൂടെ ക്യാമറ ചലിപ്പിച്ചുകൊണ്ട് അങ്ങനെ നടന്നപ്പോൾ. അവരോട് കുശലം പറയാൻ എല്ലാവരും തിരക്ക് കൂട്ടുമ്പോൾ അത് മറ്റൊരു ശല്യമാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അല്പം മാറി നിന്നു. വേദികളൊക്കെ തിങ്ങി നിറഞ്ഞ് ആളുകൾ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അകത്തളങ്ങളിലും പുറത്തങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഒത്തുകൂടിയിട്ടുള്ളത്. ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാനുള്ള വേദി. അധ്യക്ഷനായി വകുപ്പ് മന്ത്രി VN വാസവനും സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിച്ചേരും എന്നുള്ള അറിയിപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓരോ സഹകരണ സംഘങ്ങളിലെയും അതുപോലെ
മറ്റ് പ്രസ്ഥാനങ്ങളിലെയുമൊക്കെ ആളുകൾ ഈ വേദിയെ സമ്പുഷ്ടമാക്കാൻ അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. സാഹിത്യ പ്രസാധക സഹകരണ സംഘത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും പുതിയ ഭാവുകങ്ങളും ഇനി മുമ്പോട്ടുള്ള പ്രയാണത്തെക്കുറിച്ചുമൊക്കെയുള്ള ചെറിയ ഒരു വിവരണം ഒരു ഡോക്യുമെൻ്ററിയായി വേദിയിൽ അവതരിപ്പിക്കുകയാണ്. കുറൂർ നീലകണ്ഠപിള്ള തുടങ്ങി വച്ച ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വിശാലമായ ഒരു ചരിത്രം തന്നെയാണ് വേദിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ വീഴ്ചകളും പോരായ്മകളും അതിൽ നിന്നെല്ലാം മെല്ലെ ഉയർന്നെണീറ്റ് ഇന്ന് ഈ നിലയിലേക്ക് ഒരു ചരിത്ര മ്യൂസിയം തുറക്കുന്നതുവരെ എത്തിയ ലഘു വിവരണങ്ങളാണ് അതിലൂടെ പങ്കുവച്ചത്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളും വിവരണങ്ങളുമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദമായ കാഴ്ചകൾ ഓരോന്നോരോന്നായി ഇന്നത്തെ ചടങ്ങുകളിലേക്ക് ഞങ്ങൾ കടക്കാൻ ശ്രമിക്കുകയാണ്. ഇനി ചടങ്ങുകൾ വാമൊഴിയായും വരമൊഴിയായും പരിണമിക്കുന്നതും പിന്നീട് ഇന്നത്തെ മലയാള ലിപിയിലേക്കുള്ള വിവിധ പരിണാമഘട്ടങ്ങളെ അടയാളപ്പെടുത്തുകയും അച്ചടി സഹകരണം പിടിക്കുന്ന ഒരു മ്യൂസിയമായി അക്ഷരം മ്യൂസിയം മാറിത്തീരും. വിജ്ഞാനാധിഷ്ഠിതമായ ഒരു മലയാള കഥാലോകത്തെ ഭാവുകത്വ പരിണാമത്തിന് ഊർജം പകർന്ന കഥാകുലപതിയായ കാരൂർ നീലകണ്ഠപിള്ള കേരളം കണ്ട മികച്ച സഹകാരിയുമായിരുന്നു. സാമൂഹിക പ്രതിബദ്ധതയുടെ മൂർത്തിരൂപമായി സഹകരണമെന്ന വികസന പഞ്ചാക്ഷര മന്ത്രത്തെ കേരളീയ മുഖ്യമന്ത്രി ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് വേണ്ടി വേദിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആയിരങ്ങൾ അണിനിരന്നിട്ടുള്ള നിറവേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേർന്നു. ഈ മ്യൂസിയത്തിൻ്റെ ശില്പികളിൽ ഒരാളായ മന്ത്രി വാസവനും വേദിയിലേക്ക് ഉപവിഷ്ടനായിട്ടുണ്ട്. അദ്ദേഹമാണ് യോഗത്തിൻ്റെ അധ്യക്ഷൻ. വിശിഷ്ട അതിഥികളെ മുഖ്യമന്ത്രി ഹസ്തദാനം ചെയ്ത് വിവരണങ്ങൾ വിശേഷങ്ങളും ചോദിച്ചറിയുകയാണ്. ഈ വിശിഷ്ട അതിഥികളെ പ്രത്യേകിച്ച് നിങ്ങൾ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ മലയാളത്തിൻ്റെ സ്വത്താണ്, എല്ലാമാണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലെ അംഗങ്ങളും കഥയും കവിതയും നോവലും യാത്രാ വിവരണങ്ങളുമെല്ലാം നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന മഹത് വ്യക്തികൾ. ഒരുപാട് സാഹിത്യ നിരൂപകന്മാരും സാഹിത്യകാരന്മാരും ഈ അടുത്ത കാലങ്ങളിലായി നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരെയൊക്കെ നാം ഓർത്തു പോവുകയാണ്. ഡോക്ടർ മാധവൻ IASനെ സാദരപൂർവ്വം ക്ഷണിക്കുന്നു. റിപ്പോർട്ട് അവതരണത്തിന് വേണ്ടി വകുപ്പ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥയിലുള്ള നാടകം ഇന്ത്യ പ്രസിന്റെ സ്ഥലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷ ആകാംക്ഷ നിർഭരമായ ആളുകളുടെ ഓരോ മുഖഭാവങ്ങൾ സാഹിത്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ വലിയ പ്രത്യേകതയാണ്. ഇത് മറ്റ് കലാരംഗത്തോ അല്ലെങ്കിൽ വകുപ്പ് തല
വികസന രംഗത്തുള്ള ഉദ്ഘാടനങ്ങളോ ഒന്നുമല്ല, സാഹിത്യ ലോകത്തുള്ള കേരളത്തിൻ്റെ വളർച്ചയുടെ പ്രതീകമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ മ്യൂസിയം. അധ്യക്ഷ പ്രസംഗം മന്ത്രി ശ്രീ വി. എൻ. വാസവൻ നിർവഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമാണ്. കാരണം ഒരു ഉൾപ്പെടിയും വേണ്ടാത്ത ഇതിൻ്റെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും അച്ചിട്ട പോലെയുള്ള അടുക്കും ചിട്ടയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മെമ്മറിയും ആഗോളതലത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന മ്യൂസിയങ്ങളിലൊന്നായി ഇത് മാറിത്തീരും എന്ന കാര്യത്തിൽ സംശയം. അവസരമുണ്ടായി എന്നത് അഭിമാനകരമാണ്. ഇവരിലും എല്ലാവരും ഏതാണ്ട് SPCSന്റെ ആദ്യ കാലഘട്ടത്തിലെ പ്രവർത്തകരും അതിന്റെ അംഗങ്ങളുമാണ് എന്നുള്ളതും അഭിമാനകരമാണ്. വർത്തമാന കാലഘട്ടത്തിൽ വായനാശീലത്തിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാനും ഒപ്പം ഭാഷയെ പരിചയപ്പെടുത്തി അതുവഴി ലോകരംഗത്ത് നമുക്ക് വലിയ രൂപത്തിലുള്ള മേൽക്കൈ നേടാനും കഴിയുന്ന ഒരു അവസരമായി ഈ ഭാഷാ മ്യൂസിയത്തെ മാറ്റി തീർക്കാൻ എല്ലാവരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും പങ്കാളിത്തവും ഭാവിയിലും ഉണ്ടാകണമെന്ന് നിങ്ങളുടെ സാംസ്കാരിക പ്രബുദ്ധതയോടും സഹകരണ പ്രബുദ്ധതയോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശരീരരംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ വ്യക്തിത്വമാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി. കെ. ഹരികുമാർ. സംഘത്തിനെ മികവോടെ മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട പി. കെ. ഹരികുമാറിനെ ആമുഖ പ്രഭാഷണത്തിനായി സവിനയം ക്ഷണിക്കുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് നമ്മളോട് അത്യാവശ്യ ചില കാര്യങ്ങൾ സർക്കാരിനും അതുപോലെ തന്നെ SPCSനും എല്ലാവരും അക്ഷമരായി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കും. കേരളത്തിന്റെ അഭിമാനമായി മാറുന്ന അക്ഷരം മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും ലിറ്റററി ടൂറിസം സർക്യൂട്ട് പ്രഖ്യാപനം നടത്തുന്നതിനുമായി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരെയും കൃത്യമായി എൻ്റെ ക്യാമറ കണ്ണുകളിൽ പകർത്താനായി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി നിലവിളക്ക് കൊളുത്തി ഈ വേദിയുടെ ഔദ്യോഗികമായ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത്. സാഹിത്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ ധന്യ മുഹൂർത്തമാണ് ഈ നടക്കുന്നത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെടാൻ കഴിയാത്തത്ര നൈപുണ്യവും വികസനവും ഒത്തിണങ്ങിയ സാംസ്കാരിക വേദി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് മന്ത്രിയും മുഖ്യമന്ത്രിയും ചടങ്ങ് നിർവഹിച്ചു കഴിഞ്ഞു. ആരോടും പരിഭവമില്ലാതെ ആർക്കും പരാതികളില്ലാതെ വളരെ സന്തോഷമായ നിമിഷത്തിലൂടെയാണ് ചടങ്ങുകൾ കടന്നുപോകുന്നത്. മുൻ മന്ത്രിമാരും ഒക്കെ ഈ യോഗത്തിൽ സന്നിധരായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഇത് കേരളത്തിൻ്റെ മലയാളികളുടെ സംഗമ ഭൂമിയാണ്. മലയാളത്തെ സാംസ്കാരിക നായകരെ, സഹോദരി സഹോദരന്മാർ, ധന്യവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി നിസാരവാക്യം എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു ചടങ്ങിലാണ് നാം എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുക്കിയിരിക്കുന്ന അക്ഷരം മ്യൂസിയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനത്തിന് ശേഷം ആളുകൾ മ്യൂസിയം കാണാനായി ഒഴുകി എത്തുകയാണ്. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ ഉള്ളതുകൊണ്ട് മ്യൂസിയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കുറച്ച് അകത്തേക്ക് മാത്രമേ പ്രവേശനമുണ്ടായുള്ളൂ. കാരണം അതിനകത്ത്
സ്ഥാപിച്ചിരിക്കുന്ന സംവിധാനങ്ങൾക്കൊക്കെ ചില അല്ലറ ചില്ലറ കേടുപാടുകൾ സംഭവിച്ചു. 100 150 പേർ കയറേണ്ടിടത്ത് 500 അതിലധികവും ആളുകൾ തിങ്ങിക്കയറുമ്പോൾ ഉണ്ടാകുന്ന അസ്വാഭാവികത നമുക്കാർക്കും മനസ്സിലാകുന്നതാണ്. അതിനാൽ മ്യൂസിയം തൽക്കാലത്തേക്ക് അത്ര തിരക്കുള്ളതുകൊണ്ട് അടച്ചിടുകയാണ് ചെയ്തത്. അതിനാൽ മ്യൂസിയത്തിൻ്റെ അകത്തളങ്ങളിലെ വർണ്ണാഭമായ കാഴ്ചകളും ചരിത്ര സംഹിതകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത് ഒരു ഓഡിറ്റോറിയമാണ്, അല്ലെങ്കിൽ സിനിമാശാല എന്ന് വേണമെങ്കിൽ പറയാം. വിവിധ ഡോക്യുമെൻ്ററികളും മറ്റും പ്രദർശിപ്പിക്കാനുള്ള ഒരു ഇൻഡോർ തിയേറ്ററാണ് ഈ കാണുന്നത്. അതിൻ്റെയും പൂർണ്ണമായ പണികൾ ഫിനിഷ് ചെയ്തിട്ടില്ല. എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ റിലേ ചെയ്യുവാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കയറുകയാണ്. അതിനാൽ മ്യൂസിയത്തിൻ്റെ എല്ലാ ഡോറുകളും തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്തു. അതിൻ്റെ അകത്തളങ്ങളിലെ കാഴ്ചകൾ വിശദമായി കാണിക്കാൻ കഴിയാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. ഓരോ നിർമ്മാണ രീതിയുമൊക്കെ ഒരുപാട് കണ്ട് ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഇതിൻ്റെ വ്യൂ. അത് ഫയർഫോഴ്സിൻ്റെ അത്യാവശ്യം മാർഗരേഖകളുമാണ്. ഒരു വഴിയിലൂടെയും കടക്കാനാകാതെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിങ്ങി നിറയുകയാണ്. സാംസ്കാരിക സംഗമ ഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്ന മലയാളികളുടെ ഈ വരവുകൾ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഓരോ സംഘങ്ങളായി വിവിധ യൂണിഫോമുകളിൽ അവിടേക്ക് എത്തുന്ന കാഴ്ചകളും ആലങ്കാരികമായി പറഞ്ഞാൽ വളരെ സന്തോഷം ജനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഞാൻ അതിനിടയിൽ ജയകുമാർ ചെങ്ങമ്മനാടുന്ന കവിയെയും കണ്ടുമുട്ടി. അദ്ദേഹത്തെ നേരത്തെയും പരിചയപ്പെട്ടുള്ളതുകൊണ്ട് ഒന്നും കൂടെ പരിചയം പുതുക്കുകയും അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഈ നമ്മുടെ അക്ഷരനഗരിയായ കോട്ടയം ജില്ലയിലെ നാട്ടകത്ത് ഇന്ന് തുറന്നു കൊടുത്ത അക്ഷര മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടന വേദി മാക്സിമം ആസ്വദിച്ച് അവിടെ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത്തരം കാഴ്ചകളും വീഡിയോകളും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾ എൻ്റെ ചാനൽ പച്ചപ്പാണൻ്റെ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക. ഒരു സന്തോഷത്തോടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള മറ്റ് കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പുതിയ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷയോടെ പച്ചപ്പാണൻ്റെ സന്തോഷം ഇവിടെ അവസാനിക്കുന്നു. അക്ഷരനഗരിയിലെ ഈ അക്ഷര മ്യൂസിയത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾക്കൊപ്പം ഞാനും സന്തോഷവാനായി ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.